ഉബുണ്ടു ഒരു ആഫ്രിക്കൻ ജീവിത ചിന്തയാണ്. മനുഷ്യൻ ഒറ്റയ്ക്കല്ല, അതിബൃഹത്തായ ഒരു ജൈവ ശൃംഖലയിലെ ഒരു കണ്ണിയാണ്. അതിനാൽ നാം സാമൂഹ്യ ജീവിയായി, മാനവികതയുടെ പങ്കുവയ്ക്കലുകാരായി, പാരസ്പര്യത്തിൻ്റെ പ്രബലതയായി, ഞാനുള്ളത് നമ്മൾ ഉള്ളതുകൊണ്ടാണ് എന്നാണ് ഉബുണ്ടു മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഐ ആം ബിക്കോസ് വി ആർ. ഇതിലൊരു അപരത്വത്തെ കാണലുണ്ട്, അറിയലുണ്ട്, അംഗീകരിക്കലുണ്ട്, അനുഭവിക്കലുണ്ട്. അവരനില്ല എങ്കിൽ ഞാനില്ല. എന്നെ ഞാനായി നിലനിർത്തുന്നത് അവരനാണ്. അവരനെ അംഗീകരിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാനാകില്ല. അതുപോലെ ഞാനും അവരനു വേണ്ടിയുള്ളതാണ് എന്ന അതിവിശാലമായ ചിന്തയാണിത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ദക്ഷിണാഫ്രിക്ക, സിംബാബ്വെ, റുവാൻഡ എന്നിവിടങ്ങളിലാണ് ഈ ജീവിത ചിന്തയുടെ വ്യാപന സ്ഥലികൾ. നാം എല്ലാം പരസ്പര ബന്ധിതരും പരസ്പര ആശ്രിതരുമാണ്. നാം നമ്മുടെ സ്വത്വത്തെ അടയാളപ്പെടുത്തുന്നത് എപ്രകാരം നാം മറ്റുള്ളവരോട് ബന്ധപ്പെടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിനാൽ വ്യക്തിധിഷ്ഠിത താല്പര്യങ്ങൾക്ക് അപ്പുറം സമഷ്ടിയുടെ താല്പര്യങ്ങൾക്കാണ് ഇവിടെ പ്രസക്തി. പങ്കുവയ്ക്കലിൻ്റെ ഒരു മഹാമാനവികതാബോധം ഉബുണ്ടു ആവശ്യപ്പെടുന്നു. വ്യക്തി, സമൂഹം, രാഷ്ട്രം എന്നിവയിൽ തെറ്റുകൾ പറ്റാനുള്ള സാധ്യതയേറെയുണ്ട്. മനുഷ്യരാരും പൂർണ്ണരല്ല. ഇവിടെ നാം നീതി നടപ്പാക്കുമ്പോൾ സാന്ത്വന വഴികളാണ്, സഹിഷ്ണുതയുടെ വഴികളാണ് ആദ്യം തേടേണ്ടത്. ശിക്ഷ, തിരസ്കാരം എന്നിവ ഏറ്റവും ഒടുവിലത്തെ വഴികൾ മാത്രമേ ആകാവൂ. ശിക്ഷയെ ആശ്രയിക്കേണ്ടി വരുന്നു എങ്കിൽ അത് ക്രിയാത്മകമാകണം, നാശോന്മുഖം ആകരുത്. ഓരോ വ്യക്തിക്കും ആന്തരികമായ മഹത്വമുണ്ട്. ഓരോ വ്യക്തിയിലുമുണ്ട് മാനവികത. നാം അത് അംഗീകരിക്കണം. ഉബുണ്ടുവിൽ കുട്ടികൾ വ്യക്തിസമ്പത്തല്ല, സാമൂഹ്യ സമ്പത്താണ്. സമൂഹത്തിന് ഒരു കുട്ടിയെ വളർത്തിയെടുക്കുന്നതിൽ വലിയ പങ്കുണ്ട്. അവരവർക്ക് വേണ്ടിയല്ല നാം കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത്. ഓരോ കർമ്മത്തിന് പിറകിലും വലിയൊരു സാമൂഹിക ബോധം അനിവാര്യമാണ്. നമ്മിലേക്ക് എത്തിച്ചേരുന്ന വിഭവങ്ങളെ ഏവർക്കുമായി പങ്കുവയ്ക്കുന്നതിനുള്ള മനസ്സ്, ഇച്ഛാശക്തി നമുക്ക് ഉണ്ടാകണം. മാത്രമല്ല, അവരനെ പിന്തുണയ്ക്കുന്ന ജീവിത രീതിയാകണം നമ്മുടേത്. ജീവിതങ്ങളിൽ സംഘർഷങ്ങൾ ഉടലെടുക്കാം, വ്യക്തികൾ തമ്മിൽ, സമൂഹങ്ങൾ തമ്മിൽ എല്ലാം. അവിടെ സംഭാഷണത്തിനുള്ള സാധ്യതകൾ ഉണ്ടാകണം. മാപ്പ് പറയാനും ക്ഷമ ചോദിക്കാനുമുള്ള മനോവൈപുല്യം നാം നേടിയെടുക്കണം. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചന കാലാന്തരത്തിൽ ജനാധിപത്യത്തിൻ്റെ ചെടി തളിരിടാൻ തുടങ്ങിയ നാളുകളിൽ നെൽസൺ മണ്ടേല, ഡെസ്മോണ്ട് ടുറ്റു എന്നിവർ ഈ സമീപനത്തിൻ്റെ പ്രയോക്താക്കളായിരുന്നു. അടിമത്വത്തിൻ്റെ, അവഗണനയുടെ, പീഡനത്തിൻ്റെ, അനാഥത്വത്തിൻ്റെ, അവഹേളനത്തിൻ്റെ ഒരുപാട് നാടുകളിലൂടെ കടന്നു പോന്ന ജനതയ്ക്ക് ജീവിതം അത്ര സുന്ദരമല്ലായിരുന്നു. അവരെ ജനാധിപത്യത്തിലേക്ക്, തുല്യതയിലേക്ക്, സാമൂഹിക ബോധത്തിലേക്ക്, എന്തിന് മനുഷ്യനെന്ന അവബോധത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നന്ന ശ്രമിക്കേണ്ടി വന്നു.